തമിഴ്നാടിന് മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ നടുക്കിയ ദുരന്തത്തിനായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച കരൂർ സാക്ഷിയായത്. തമിഴക വെട്രിക്കഴകം TVK പ്രസിഡന്റും നടനുമായ വിജയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് മരിച്ചത്. കരൂരിൽ നടന്ന പരിപാടിയിൽ വിജയ് എത്തും എന്നറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണം. കരൂരിലുണ്ടായ ദുരന്തത്തിൽ പാർട്ടി അധ്യക്ഷനും നടനുമായ വിജയ്ക്കെതിരെ FIRൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. സുരക്ഷാ മുന്നറിയിപ്പുകളെ എല്ലാം വിജയും സംഘാടകരും കാറ്റിൽ പറത്തിയെന്നാണ് FIRൽ ചൂണ്ടിക്കാട്ടുന്നത്. ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നതിനും കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിനും വേണ്ടി പരിപാടി വൈകിപ്പിക്കുകയും റോഡ് ഷോ നടത്തുകയും ചെയ്തു. അനുമതിയില്ലാതെ പലയിടത്തും വിജയ് റോഡിൽ ഇറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സ്ഥലത്തേക്ക് എത്തിയത്. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് തമിഴക വെട്രിക്കഴകം സംസ്ഥാന ഭാരവാഹികൾക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് പാലിക്കാൻ കൂട്ടാക്കിയില്ല എന്ന വിമർശനവും FIRൽ ഉണ്ട്. നിശ്ചിത സമയപരിധി അടക്കം നിശ്ചയിച്ചുകൊണ്ടാണ് പാർട്ടി പരിപാടിക്ക് അനുമതി നൽകിയിരുന്നത്. എന്നാൽ കരൂരിലേക്കുള്ള വരവ് വിജയ് മനഃപൂർവ്വം 4 മണിക്കൂറോളം വൈകിപ്പിച്ചു. അനുവാദമില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും FIRൽ പറയുന്നു. ആൾക്കൂട്ടം മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. അനിയന്ത്രിതമായി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പരിപാടി ഇനിയും വൈകിപ്പിക്കരുത് എന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. അനുമതിയില്ലാതെ വിജയ് റോഡിൽ ഇറങ്ങുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പോലീസ് അറിയിച്ചു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെയെല്ലാം അവഗണിച്ചാണ് ഇത്രയേറെ മരണത്തിന് ഇടയാക്കിയ ഈ യോഗം നടന്നത് എന്നാണ് FIRൽ പറയുന്നത്. നാമക്കലിൽ 8:45 എത്തിച്ചേരും എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എങ്കിലും നിശ്ചയിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് വിജയ് പരിപാടിയിൽ എത്തിച്ചേർന്നത്. ഇത് കൂടുതൽ ആളുകൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കാരണമായി. വിജയെ കാണാൻ എത്തിയവർ ബലം കുറഞ്ഞ മരച്ചില്ലകളിലും വീടുകളുടെ സൺഷെയ്ഡുകളിലും വരെ കയറി നിന്നിരുന്നു. മരച്ചില്ല പൊട്ടി വീഴുന്ന അവസ്ഥ ഉണ്ടായതായും കൂടുതൽ ആളുകൾ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിച്ചതായും ഇതെല്ലാം തന്നെ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതായും പരാമർശമുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും ആൾക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പ്രദേശം ജനസാഗരമായി മാറി. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിലും കനത്ത ചൂടിലും ജനക്കൂട്ടത്തിൽ പലരും തളർന്നു വീഴുകയും ചെയ്തു. വിജയ് എത്തിയതോടെ പ്രചാരണ വാഹനത്തിന് അടുത്തേക്ക് എത്താൻ ആളുകൾ തിടുക്കം കൂട്ടി. ഇതിനിടയിൽ ഇവരിൽ പലരും തെന്നി വീണു. ആളുകൾ കൂട്ടത്തോടെ വീണതോടെ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. പ്രദേശത്ത് നിന്ന് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കം ഏറെ പ്രയാസകരമായിരുന്നു. സ്ഥലത്തെത്തിയ ആംബുലൻസുകൾക്ക് ഈ ജനക്കൂട്ടം കാരണം പരിക്കേറ്റവരുടെ അടുത്തേക്ക് എത്താനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നത്. തിക്കിലും തിരക്കിലും 41 പേരാണ് മരിച്ചത്. ഇതിൽ 10 പേർ കുട്ടികളും 17 പേർ സ്ത്രീകളുമാണ്. മുന്നറിയിപ്പുകളെ എല്ലാം അവഗണിച്ചതാണ് ഇത്രയേറെ മരണത്തിന് കാരണമായത് എന്നാണ് FIRൽ പറയുന്നത്. വിജയെ കൂടാതെ N ആനന്ദ്, CD നിർമ്മൽകുമാർ, മതിയഴകൻ എന്നിവരുടെ പേരുകൾ ആണ് FIRൽ ഉള്ളത്. മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും സഹായധനം നൽകുമെന്ന് TVK അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കേസിൽ വിജയെ പ്രതിയാക്കിയിട്ടില്ല സർക്കാരും പോലീസും. തിടുക്കപ്പെട്ട വിജയെ പ്രതി ചേർക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയായേക്കും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. TVK ജനറൽ സെക്രട്ടറി N ആനന്ദൻ, കരൂർ ജില്ലാ ഭാരവാഹികൾ ആയ മതിയഴകൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ദുരന്തമുണ്ടായ കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടി എങ്കിലും പോലീസ് അനുമതി ഇതുവരെയും നൽകിയിട്ടില്ല. ഇതേ തുടർന്ന് കരൂരിൽ പോകാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട വിജയ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ദുരന്തത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണം എന്നുമാണ് TVK ആവശ്യപ്പെടുന്നത്. DMK നേതാവും മന്ത്രിയുമായ സെന്തിൽ ബാലാജി അടക്കം ഉള്ളവരാണ്
ആസൂത്രണം ചെയ്തത് എന്നും TVK ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി TVK മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്.